Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതല ജയിക്കാം, വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you, Christ in you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ, ഈ സംഗീത പാർട്ടികൾക്കും ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ എത്ര വലിയ നീണ്ട ക്യൂ ആണ് കാണുന്നത്. പക്ഷെ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ എന്തേ ഇത്ര വലിയ ക്യൂ ഒന്നും കാണുന്നില്ല? 1991 ലോകത്തിൽ ആദ്യമായി വേൾഡ് വൈഡ് വെബ് ലോഞ്ച് ചെയ്ത വർഷം ജനിച്ചു. തൻ്റെ 7ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യം ആദ്യമായി സ്വീകരിച്ചു. അന്നു മുതൽ ഒരു ദിവസം പോലും ദിവ്യകാരുണ്യം മുടക്കാതെ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്കായി പോയി. എല്ലാ ദിവസവും ദൈവവചനം വായിച്ചു, ജപമാല ചൊല്ലി, തന്നാൽ കഴിയുന്ന വിധം പാവങ്ങളെ സഹായിച്ചു. അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു, പുതയ്ക്കാൻ പുതപ്പൊക്കെ മേടിച്ചു കൊടുത്തു. വിശുദ്ധ കാർലോ അക്വീറ്റസ്, ദ മില്ലേനിയൽ സെയിന്റ്. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു പുണ്യവാൻ തൻ്റെ 11ാമത്തെ വയസ്സ് മുതൽ തനിക്ക് ലഭിച്ച ഏതാനും വർഷം, ചുരുങ്ങിയ വർഷം, അത് ദിവ്യകാരുണ്യനാഥിനു വേണ്ടി സമർപ്പിച്ച് ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ പോയ വിശുദ്ധ കാർലോ അക്വീറ്റസ്. ആ വിശുദ്ധനെ പോലെ ദിവ്യകാരുണ്യത്തോടും സഭയോടും അഗാധമായ സ്നേഹവും തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളിൽ ഈശോയുടെ മുഖം ദർശിക്കുകയും ചെയ്യുന്ന ഇരിങ്ങാലക്കുടയിലെ CLC സംഘടനയിൽ നിന്നുള്ള യുവജനങ്ങളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. യുവജനങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ക്രൈസ്റ്റ് ഇൻ യൂത്ത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. Christ in youth. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും ഞാൻ. സൃഷ്ടാവാം രക്ഷനാഥനിന് മുഴുവാത്മാവും ഹൃദയവുമായി മുഴുമനമോടെയും
സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എന്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി മുഴുവനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. Christ in you. ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. സജീവവും ഊർജ്ജസ്വലവുമായ അങ്ങയുടെ തിരുവചനം തിരിച്ചറിയാതെ ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചുപോയി. ഈ നോമ്പ് കാലത്തിൽ അങ്ങയെ തിരിച്ചറിയുവാനും അങ്ങയുടെ വചനം കൂടുതൽ ഗ്രഹിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇത്രമാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ നിങ്ങളോട് പ്രലോഭിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അബ്രാഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതീകരണമായി പരിഗണിക്കപ്പെട്ടു. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതിയിലെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുന്നു. മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്നത് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനും ആണ് ഇപ്രകാരം സംഭവിച്ചത്. ഈ തിരുവചനത്തിൽ നമ്മളിപ്പോൾ ശ്രവിച്ചത് ഈശോയുടെ കുരിശു മരണത്തെക്കുറിച്ചാണ്. കുരിശിലൂടെയാണ് ദൈവം നമുക്ക് രക്ഷ നേടിത്തന്നത്. ആ കുരിശു മരണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതായിരുന്നു. ഈശോയുടെ ആ കുരിശിൻ്റെ തണലിൽ നമുക്ക് അഭയം തേടാം. കുരിശിലാണ് നമ്മുടെ രക്ഷ. ഈ നോമ്പ് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ കുരിശിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈശോയെ പാടി സ്തുതിക്കാം.
പായി. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായി, കാണും നിന്റെ പായി. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയും. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയും. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായി, കാണും നിന്റെ പായി, കാണും നിന്റെ പായി. ക്രിസ്തു കാണിച്ചു തന്ന കുരിശിൻ്റെ വഴിയെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ആ കുരിശ് നമുക്ക് പ്രദാനം ചെയ്ത കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ യൂത്ത് ഐക്കൺ അഞ്ജനയാണ്. അഞ്ജനയുടെ ജീവിതത്തിൽ കുരിശിനെ ചേർത്ത് പിടിച്ചപ്പോൾ, ഈശോയുടെ കുരിശിൻ്റെ തണലിൽ ആശ്രയിച്ചപ്പോൾ ഉണ്ടായ ദൈവാനുഗ്രഹം അഞ്ജന പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. അഞ്ജനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് അഞ്ജന. ഞാൻ അന്നമനയുടെ ഡവകയിൽ നിന്ന് വരുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഭവം ഞാൻ അനുഭവിച്ചത് എൻ്റെ പഠന മേഖലയിലാണ്. സ്വാഭാവികമായും ഞാൻ പഠനത്തിൽ പിന്നിലാണ്, വളരെ പിന്നിലാണ്. അതിൻ്റെ ഇടയിൽ മാത്സ് എന്നൊരു സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിലും, എല്ലാ മോഡൽ എക്സാമിലും, എല്ലാ ക്ലാസ് ടെസ്റ്റുകൾക്കും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പഠിക്കാനായിട്ട് വേറൊരു നിവൃത്തിയില്ല. ഇനി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏക ഒരു വഴി ഉണ്ടായിരുന്നത്. ഈശോയുടെ കൂടെ ആയിരിക്കുക, ഈശോയുടെ കൂടെ പ്രാർത്ഥിക്കുക, നമ്മുടെ ബുദ്ധിമുട്ട് ഈശോയെ നമ്മൾ അറിയിക്കുക. ഈശോയുടെ അടുത്ത് നല്ല വിശ്വാസത്തോടെ, നമുക്ക് എന്തോരം വിശ്വാസം ഉണ്ടാവും അത്രയും വിശ്വാസത്തോടെ നമ്മൾ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുക. അതേപോലെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ +2 എക്സാമിൽ ഒരു B ഗ്രേഡൊക്കെ എനിക്ക് മാത്സിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ അത്ഭുതമാണ്. എനിക്ക് ഒരിക്കലും അസാധ്യമായിട്ടൊരു കാര്യമാണ് B ഗ്രേഡൊക്കെ മാത്സിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നന്നായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ പ്രാർത്ഥന ഈശോ കേട്ടു, അങ്ങനെ അനുഗ്രഹിച്ചു. അത് വലിയൊരു അനുഭവമാണ്. പിന്നെ ഞാൻ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് പോലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എനിക്കുണ്ടായ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ സ്നേഹവും സാന്നിധ്യവും ഒക്കെ അനുഭവിക്കാൻ പറ്റും. നന്ദി. Christ in Youth. അഞ്ജന പങ്കുവച്ച ദൈവാനുഗ്രഹം, ദൈവാനുഭവം നമ്മൾ കേട്ടു. താൻ ഒരിക്കലും വിജയിക്കില്ല എന്ന് കരുതിയ പരീക്ഷയിൽ പോലും ദൈവത്തിൽ അടിയുറച്ച് നിന്നതിൻ്റെ ഫലമായി ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നാണ് അഞ്ജന പങ്കുവച്ചത്. ഇത് യുവജനങ്ങൾക്ക് വലിയ ഒരു പ്രചോദനമാണ്. നമുക്ക് കരം ചേർത്ത് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം. അഞ്ജനയ്ക്കുണ്ടായ ദൈവാനുഗ്രഹം പോലെ
നമ്മളുടെ പരിചയത്തിലും ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ. നല്ല ദൈവമേ, വിശ്വാസ രാഹിത്യത്തിലൂടെ കടന്നു പോകുന്ന യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന യുവതലമുറ, ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന യുവതലമുറയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കുരിശിൽ അഭയം പ്രാപിക്കുവാനും അങ്ങനെയുള്ള വിശ്വാസത്തിൽ വളരുവാനും എല്ലാ യുവജനങ്ങളെയും, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് എല്ലാ പ്രതിസന്ധികളിലൂടെയും തഴക്ക ദോഷങ്ങളിലൂടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയൊക്കെ അടിമത്തത്തിൽ കഴിയുന്ന യുവജനങ്ങൾ, ഈശോയെ, അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിൽ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശബ്ദമായി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. Christ in you. ദൈവസ്നേഹമുള്ള ഹൃദയത്തിൽ നിന്നാണ് നന്മ പുറപ്പെടുക. നന്മയുള്ള ഹൃദയത്തിൽ നിന്നാണ് നല്ല വാക്കുകൾ പുറപ്പെടുക. നല്ല വാക്കുകളിൽ നിന്നാണ് നല്ല പ്രവൃത്തികൾ രൂപപ്പെടുക. ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ എങ്ങനെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നന്മയിൽ ജീവിക്കാം, നന്മ പ്രവർത്തിക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോവുക. ഇന്നത്തെ നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോവുക പ്രിയ ബഹുമാനപ്പെട്ട ഇരിഞ്ഞാലക്കുട രൂപതയുടെ CLC ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫാദർ ജോഷി കല്ലേലിയാണ്. കല്ലേലി അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കണോ അല്ലേ? ഇരിക്കുക. നോമ്പുകാല കൂട്ടായ്മയാണ്. എന്തൊക്കെയാണ് നോമ്പ് എടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് വർജിക്കുന്നത്? മത്സ്യമാംസാദികള്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ത്യജിക്കുക, അത് നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ പൈസ തരാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് എന്തെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുക, അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോമ്പിന്റെ സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മറ്റെന്തൊക്കെയാണ് വർദ്ധിക്കാനുള്ളത് നോമ്പില്? സാമൂഹ്യ മാധ്യമങ്ങൾ മാറ്റി വയ്ക്കാറുണ്ടോ? മൊബൈലിന്റെ ഉപയോഗം, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ മാറ്റി വയ്ക്കാറുണ്ടോ? കുറേയൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ മത്സ്യം, അതുപോലെ തന്നെ മാംസം, അല്ലെങ്കിൽ നമ്മൾ പതിവ് പോലെ മാറ്റിവെക്കുന്ന അതൊന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഒരുപാട് യുവതിവാക്കളെ സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകള് ഇത്തരത്തിൽ നല്ല കാറ്റഗിസം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പോയിരുന്നതായിരുന്നു. പക്ഷെ പുറത്ത് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ മൊബൈലിലൂടെയൊക്കെ തന്നെ ഒരു തിന്മയിലേക്ക് ഒരാളായിട്ട് പരിചയപ്പെടാനും അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു. അങ്ങനെ അവൾ ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന രീതിയിൽ മറ്റൊരു മതസ്ഥനായ ഒരു വ്യക്തിയുടെ കൂടെ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. അത്തരം സാഹചര്യത്തിൽ ആ പിതാവ് വളരെയധികം വേദനയോടുകൂടെ ഹൃദയം നൊന്ത് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥന യാചിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയും. മൊബൈലിലൂടെ പരിചയപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ, വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പോകുന്ന നിരവധി കഥകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള നിരവധി ആളുകൾ, ചില കുട്ടികൾ. അപ്പോൾ അവർ പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക്, സൂയിസൈഡിനൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകൾ. അതൊക്കെ ഈ കൊറോണയ്ക്ക് ശേഷമൊക്കെയാണ് ഇത്തരം കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നൊരു വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിലെ നിന്ന് എങ്ങനെ രക്ഷ നേടാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് രക്ഷ നേടാം. കാരണം മൊബൈൽ ഫോണിൻ്റെ ഒരു സ്ക്രീൻ ടൈമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാം എന്നൊരു ചിന്ത ഇന്ന് നമുക്കറിയാം. ഈശോ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ്? പ്രാർത്ഥന കൂടാതെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായൊരു ഡിസിപ്ലിനും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുള്ളൂ.
ഒരു കൊച്ചു സംഭവം, ഒരു കഥ അങ്ങനെ ഓർക്കാണ്. വളരെ മനോഹരമായൊരു രാജ്യം. ആ രാജ്യത്ത് രാജാവ് വളരെ സന്തോഷവാനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രജകളൊക്കെ വളരെ ഹാപ്പിയാണ്. അവർക്ക് നല്ല ഒരു സൈന്യനിര അവിടെയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു സൈന്യനിര അവിടെയുണ്ട്. അവിടെ ഏതോ ശത്രുക്കളൊക്കെ വന്നാലും അവരെ പരാജയപ്പെടുത്താൻ ശക്തിയുള്ള ഒരു നല്ലൊരു സൈന്യനിര അവിടെയുണ്ട്. അതുകൊണ്ട് രാജാവിന് വേറെ ടെൻഷനൊന്നുമില്ല, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സാഹചര്യം. അപ്പോൾ അവിടുത്തെ ഈ ഒരു സൈന്യത്തിന് സ്ഥിരമായിട്ടൊരു സൈന്യ തലവനുണ്ട്. അദ്ദേഹം രാവിലെ ഒരു എഴുന്നേൽപ്പിക്കുന്നു, കൃത്യമായ അഭ്യാസ മുറകളൊക്കെ നൽകുന്നു, ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു സന്തോഷമായിട്ട് ആ ഒരു രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോൾ ഈ സൈന്യത്തിലോ തലവനോട് ആളുകൾ പറയാൻ തുടങ്ങി. ഈ സൈന്യത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കളൊന്നും വരുന്നില്ല, ഇപ്പോൾ ശത്രുക്കളൊന്നും വരുന്നില്ല, പതുക്കെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന കാര്യമൊക്കെ ഒന്ന് 5:30 എന്നുള്ളത് കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ ഡിസിപ്ലിനിലൊക്കെ കുറച്ച് മാറ്റം വരുത്തിയോണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത അവർക്ക് പറഞ്ഞു. അപ്പോൾ കുറച്ച് കുറേ കഴിഞ്ഞപ്പോൾ സൈന്യത്തലവൻ അങ്ങനെ തോന്നി തുടങ്ങി, ഇതിപ്പോൾ ഇവർ പറയുന്നത് ശരിയാണ്, നമുക്ക് കുറച്ച് വൈകിട്ടൊക്കെ എഴുന്നേറ്റാലും മതി. പിന്നെ അവരുടെ കായിക അഭ്യാസങ്ങൾ, സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കായിക മുറകൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങൾ, അതിലൊക്കെ ചെറിയ മാറ്റം വരുത്താൻ തുടങ്ങി. പിന്നീട് വളരെ മനോഹരമായൊരു കുന്നിൻ ചെരുവിലാണ് ഇവർ താമസിക്കുന്നത്. ഇവർ പറഞ്ഞ് നമുക്ക് ഇനി കുറച്ച് കൃഷി ചെയ്താലോ. അങ്ങനെ അവരുടെ ഈ സൈന്യത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ പതുക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് മലമുകളിൽ നിന്നും ഉരുണ്ട കല്ലുകൾ ഇവരുടെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങി. രാജാവിന് സൂചന കിട്ടി, എന്താണ്, ശത്രുക്കൾ എത്തിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ സജ്ജരാവുക എന്ന്. അപ്പോൾ സൈന്യതലവൻ ആജ്ഞാപിച്ചു ഇവരോട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ തയ്യാറാവുക, ഇതാ സൈന്യത്തെ ഒരു ശത്രുവിനെ നേരിടണമെന്നാണ്. പക്ഷെ ഇവർ നേരിടാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്കും ഇവരുടെ അഭ്യാസ മുറകളൊക്കെ അവർ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആയുധങ്ങളിലൊക്കെ മൂർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശത്രുക്കൾ വന്ന് ഇവനെ വളരെയധികം എളുപ്പത്തിൽ കീഴടക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വളരെ സജ്ജമായ രാജ്യം, സന്തുഷ്ടമായ രാജ്യം എങ്ങനെയോ ഒന്നുമല്ലാത്ത രീതിയിൽ അവസാനിക്കുകയാണ്. ഈ ഒരു കൊച്ചു സംഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ചിന്ത എന്താണ്? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിലൂടെ ഒക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള പാഠങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥന കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രാർത്ഥന കുറഞ്ഞപ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണ്? പ്രാർത്ഥന നമുക്ക് കുറയുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെ വെള്ളിയാഴ്ച ആചരണത്തിൻ്റെ പ്രാധാന്യം അല്ലേ, വെള്ളിയാഴ്ച മാംസം ഭക്ഷിക്കേണ്ട എന്ന് സഭ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ പാലിക്കുന്നത് എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ചിലർ ലംഘിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഭ തരുന്ന ഇത്തരം ചില നിഷ്കർഷകൾ അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉപകാരപ്രദമാണല്ലോ, എന്താ തോന്നുന്നത്? അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടോ? മറ്റൊരു ഇച്ചിരി കൂടി വൈഡായിട്ട് വേറൊരു രീതിയിലേക്ക് ചിന്തിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായുള്ള അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്ക് ചില സമയത്ത് ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അറിയാതെ ഞാൻ വിചാരിക്കും, അയ്യോ അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ടെൻഡൻസി കൊണ്ട് ചിലപ്പോൾ വല്ലതും ചെയ്യുന്നതായിരിക്കാം, ചെറിയ തെറ്റുകളായിരിക്കാം, വലുതായിരിക്കാം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആലോചിക്കും, വേണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു. പക്ഷെ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ എനിക്ക് അതിന് ഇതുകൾ വരാറുണ്ട്. അതായത് എനിക്ക് പല സ്ഥലത്തു നിന്ന് പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാറുണ്ട്. അതേസമയം ഞാനത് എത്രയും പെട്ടെന്ന് ഞാൻ പോയി അത് കുമ്പസാരിക്കുന്നു, അതോടുകൂടി എൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കാറുണ്ട്. ഞാൻ എപ്പോൾ കുമ്പസാരിക്കാൻ തയ്യാറാവുന്നു അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അത് കുമ്പസാരിക്കുന്ന ആ ഒരു ടൈം വരെ, ഞാനത് ഏറ്റു പറയുന്ന ഒരു ടൈം വരെ അത് വേണ്ടാന്ന് വെച്ചെങ്കിലും ഏറ്റു പറയുന്ന ഒരു സമയം വരെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അപ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സഭ തന്നിരിക്കുന്ന ആ ഒരു ഇതുകളെല്ലാം ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ജീവിതത്തെ ഗുണമായി ചെയ്തിട്ടുള്ളൂ, ദോഷമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു തിന്മ ചെയ്തു, എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് അനുദപിച്ച് വേഗം പോയി കുമ്പസാരിച്ചപ്പോൾ നമുക്ക് വീണ്ടും ആ ദൈവിക വരപ്രസാദ അവസ്ഥയിൽ ജീവിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു വന്ന ഒരു ടോപ്പിക് എന്താണ്? സോഷ്യൽ മീഡിയയുടെ ഒരു അഡിക്ഷൻ ഇന്ന് ഒരുപാട് കുട്ടികളെ ഇന്ന് അലട്ടുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അവർ പല വിധത്തിൽ പലരെയും പരിശ്രമിക്കുന്നുണ്ട്, പല മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, അത് നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ, വചന വായനകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, രാവിലെയും ഇടപെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ചിലവർ ഒരു ദിവസം 33 വിശ്വാസ പ്രമാണം ഞങ്ങൾ ഇതിനുവേണ്ടി കാഴ്ചവെക്കാൻ തീരുമാനിക്കുകയാണ്.
ഒരു കരുണയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വചനം വായിക്കാനായിട്ട് അങ്ങനെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഇത്തരം പ്രാർത്ഥനകളൊക്കെ നടത്താനായിട്ട് തീരുമാനിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളത് സ്വീകരിക്കുമ്പോൾ നമുക്കതിന് സാധിക്കും. ഞാനൊരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ സിക്സ് സിഗ്ലർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. ആ എഴുത്തുകാരൻ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് അദ്ദേഹം പറയാറുണ്ട്, ഒരു റോള് അദ്ദേഹം പറയാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്, അല്ലേ? നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് വരുന്നത്, നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമ്മുടെ ഔട്ട്പുട്ടും നല്ലതായിരിക്കും. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്നും ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ എന്താണ് നമ്മൾക്ക് നല്ല സ്വഭാവത്തിൽ, നല്ല ചിന്തയിൽ, നല്ല ജീവിത രീതിയിലൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ഉള്ളിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കുക, അതുപോലെ തന്നെ നല്ല സൽഗ്രന്ഥങ്ങൾ വായിക്കുക, അതുപോലെ നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഇൻപുട്ടുകൾ എന്താണെന്ന് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ഇൻപുട്ട് അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ കഴിയും. നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങളായിട്ട് തീർക്കാൻ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. അതിനുവേണ്ടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി. Christ in Youth. ഓരോ നോമ്പ് കാലഘട്ടവും ചില കാര്യങ്ങളൊക്കെ മറക്കുവാനും ചില കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനുമുള്ള ഒരു സമയമാണ്. അതായത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ആവശ്യമായതൊക്കെ ഓർത്തെടുക്കുവാനും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന എന്തൊക്കെയുണ്ടോ അവയൊക്കെ മറന്നു കളയുവാനുള്ള സമയമാണ് ഓരോ നോമ്പ് കാലഘട്ടവും. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈശോയുടെ ജനനം മുതൽ അങ്ങ് ആ കുരിശിന്റെ ചുവട്ടിൽ എത്തുന്നതുവരെ ആവശ്യമില്ലാത്തതെല്ലാം മറന്നു കളഞ്ഞ് ഉപേക്ഷിച്ചു, അനിവാര്യമായതെല്ലാം നേടിയെടുത്തു. പ്രിയ സുഹൃത്തുക്കളെ, ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം മറന്നു കളയുവാനും ദൈവത്തോട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അവയെല്ലാം തേടി കണ്ടുപിടിച്ച് ഈശോയോട് കൂടുതൽ അടുക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ക്രൈസ്റ്റ് ഇൻ യൂത്ത് എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നോമ്പിന്റെ നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. സൈനിങ് ഓഫ്.